വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇന്ന് നമ്മൾ കൊല്ലത്ത് ഒരു ഹിഡൻ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. പാണ്ഡവൻ പാറ. അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്, ഒരു ഹിഡൻ പ്ലേസ് ആണ്. നമ്മളിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ കുറച്ച് കൂട്ടുകാരുണ്ട്. നമ്മളിങ്ങനെ സ്ഥലം കാണാനായിട്ട് ഇറങ്ങിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. കൊല്ലംകാരെയൊക്കെ ചിലപ്പോൾ ഈ സ്ഥലം അറിയാൻ ചാൻസ് ഉണ്ടായിരിക്കും. പാണ്ഡവൻ പാറയാണ് പോകുന്നത്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നു. പൈസ ഷോർട്ടേജും ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പോകാതെ എങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളങ്ങ് ഇറങ്ങി. കൊല്ലത്ത് തെന്മല പാണ്ഡവൻ പാറ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഇവരോടൊക്കെ ചോദിച്ചു, ഇവർ പറഞ്ഞ് ഒത്തിരി നടക്കണം. നമുക്കറിയത്തില്ല, ഒരു ഇടവഴി കൂടെ ഒക്കെ കയറിയാൽ പോകേണ്ടതെന്നാണ് പറഞ്ഞത്. വണ്ടി എന്തെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ പാണ്ഡവൻ പാറയിൽ ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. എപ്പോൾ എത്തുന്നൊരു പിടിയില്ല. അപ്പോൾ നമുക്കിനി ഒരു 5-ൻ്റെ മഞ്ച് കഴിച്ചിട്ട് പ്രയാണം തുടങ്ങാം. കാണുന്ന ഇടവഴി കൂടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ കയറിപ്പോൾ തന്നെ ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ കാണുന്ന ഇടവഴി കൂടാണ് പോകേണ്ടത്. ഒരു ദിവസത്തേക്ക് നമ്മൾ തക്കട് വ്ലോഗ്സ് കയറുകയാണ് ഗൈസ്. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എന്തോ വരണം തോന്നി. പാണ്ഡവൻ പാറ ഗൈസ് റീലുകളിൽ കണ്ട് ഒറ്റ മൈൻഡിൽ ഇങ്ങനെ പോകുന്നതാണ് ഗൈസ്. എങ്ങോട്ടാ? ഇങ്ങോട്ട് 900 മീറ്റർ ഉള്ളൂ. ഗൈസ് നമ്മളിതാ പാണ്ഡവൻ പാറ സ്റ്റെപ്പ് കയറുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത്രേ പാറകളാണ്. കണ്ടോളൂ, മയിലിന്റെ സൗണ്ട്, ഇത്രയും പാറകൾ കണ്ടോ ഗായ്സ്. നമ്മളെന്താ ചെയ്യാ, നമ്മുടെ ട്രൈപോഡ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരാം. നമുക്ക് പുതിയ ട്രൈപോഡ് മേടിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ട്രൈപോഡിന് പണി കിട്ടി ഗായ്സ്. നമ്മുടെ യൂട്യൂബ് ചാനൽ തകർക്കാൻ വേണ്ടി എന്താ പറയാ, ചില വേറെ യൂട്യൂബേഴ്സ് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചെക്കൻ്റെ ട്രൈപോഡ് പണിയായിരിക്കുന്നു ഗൈസ്. തക്കടോ, നിന്റെ ട്രൈപോഡ് നശിപ്പിച്ചതിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? ഷുഗർ കട്ട് നമ്മുടെ കൊമ്പനാണ്. ഷുഗർ കട്ട് കൊമ്പനെന്ന് കാണിച്ചിട്ടുള്ളത്. കൊമ്പ ഞാനുള്ള കാര്യം പറയട്ടെ, ഏറ്റവും ഒത്തിരി നടക്കമുണ്ട്. തിരിഞ്ഞാണല്ലോ എനിക്ക് വ്യൂ കാണണ്ട. വെച്ച കാര്യം തിരിച്ചു നമ്മൾ എടുക്കത്തില്ല. ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. കാരണം 1/2 മണിക്കൂർ എടുത്താൽ മാത്രമേ മുകളിൽ എത്തൂ എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അപ്പം ആലോചിച്ച് നോക്കൂ, നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് എന്താ പറയാ, പാടാണ് ഗൈസ്. നല്ല കുറെ മൈലുകളുടെ താമസ സ്ഥലമാണിത്. നല്ല സൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മയില് കൊണ്ടുവന്ന് വേറെ മരം കൊത്തി കണ്ടത്. ഈ വഴി കഠിനമാണ്. കുറച്ച് നേരം സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് അത് ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് എടുക്കാൻ നിൽക്കുകയാണ്. റെസ്റ്റിലാണ് നമ്മളിപ്പം. നല്ല കഠിനമാണ്. താഴെ നമ്മൾ പറഞ്ഞത് താഴെ നിന്ന് ഒത്തിരി നടക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഏതാണ്ട് 5-10 മിനിറ്റ് നടന്നിട്ടുണ്ട്. നടന്നത് ഇതിങ്ങനെയുള്ള കയറ്റമാണ്. പകുതി വരെയാണല്ലോ. ആ നീല കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. അയ്യോ, ഇനിയുണ്ട്. പകുതി കഴിഞ്ഞതേ ഉള്ളൂ, ഇനിയുണ്ട്. ഞങ്ങളങ്ങനെ നടന്നൊരു 10 മിനിറ്റത്തെ യാത്ര. 10 മിനിറ്റ് നടന്ന് ഇവിടെ മണ്ടയ്ക്ക് ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെത്തിയപ്പോൾ എന്തുകൊണ്ടാണ് നടന്നത് ബെറ്ററായി. കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ തന്നെ ഉണ്ടോ,
ഇവിടെ നിന്ന് കാണുമ്പോഴേ ഇതിൻ്റെ ഒരു വ്യൂ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. ഇപ്പുറത്തും അതുപോലെ തന്നെ. ഇവിടെ ചെരുപ്പൊക്കെ ഇവരിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഊഞ്ഞാലിലൊക്കെ കയറി കഴിഞ്ഞു. ഒരു ഊഞ്ഞാലൊക്കെ ഇട്ട് അവനവിടെ ആട്ടം തുടങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ പൂജാരിയുണ്ട് ഗൈസ്, പൂജാരിയുണ്ട്. അപ്പോൾ എന്തോ നമുക്കിവിടെ അമ്പലമുള്ള കാര്യമൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ കണ്ടു ഇറങ്ങി. നമ്മൾ സൺസെറ്റ് കാണാൻ വന്നതാണ്. സൺ പോലെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. താഴത്തിറങ്ങും, നമുക്കത് കാണാം. ടോപ്പ് വ്യൂവിൽ നിന്ന് അത് കാണാം. അങ്ങനെ വൈകുന്നേരം ഒരു അമ്പലം, സൺസെറ്റ്, മോനെ ഒരു സീൻ എന്ന് വെച്ചാൽ കിട്ടില്ല. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫ്രണ്ട്സിനൊത്ത് ഇതൊരു ചില്ല് ചെയ്ത് ഉണ്ട്. അവിടെ ഉണ്ട് കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്. ഈ ഒരു റെക്കോർഡിൽ നിന്നാണ് ഈ ശബ്ദം എല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. ഈ ഫുൾ ഏരിയ കവർ ചെയ്ത് ഈ പാട്ട് കേൾക്കുമായിരിക്കും. നമുക്ക് താഴെ ചെന്ന് നോക്കാം. കിട്ടില്ല സീനറി. ജസ്റ്റ് നിങ്ങൾ ഒന്ന് മീൻസ് ചില്ലടിക്കണം. നമ്മൾ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കണം, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കണം എന്നൊക്കെ ഉള്ള ഒരു ഉറപ്പായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. കാര്യം എന്ന് പറയുകയാണെങ്കിൽ മീൻസ് ആ ഒരു നദി, തെന്മല, അവിടെ നമ്മൾ ഇടയ്ക്ക് വണ്ടി എടുത്തിട്ട് സ്കൂളിൽ നിർത്തിയിട്ട് കാണത്തില്ലേ, അതാണ് അവിടെ. അതാണ് അവിടെ. അത് കഴിഞ്ഞ് അവിടെ വെള്ളം കെട്ടിയിരിക്കുന്നുണ്ടോ, അത് നമ്മുടെ തെന്മല ഡാമാണ്. ഈ ടോപ്പ് വ്യൂ വന്നു നിങ്ങൾക്ക് ഇതിൻ്റെ 4 വശവും, ചുറ്റിനുള്ള 4 വശവും കാണാനുള്ളതാണ്. ഇവിടെ മറ്റില്ല പാലം ഫുള്ള് 4 വശം നിങ്ങൾക്ക് കാണാനുള്ളതാണ്. ഈ ഇവിടെ വന്ന് നിന്നുള്ളത് നല്ല കിട്ടില്ല ഫീൽ, കിട്ടില്ല ഫീൽ. കുറച്ച് നേരമൊക്കെ പോകാം നമുക്ക്. 2 പേരും ഉണ്ടല്ലോ അവിടെ പോയി സൺസെറ്റ് നിരീക്ഷണം നോക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് അറ്റത്തെ ആ റോഡ് വഴിയൊക്കെയാണ് കറങ്ങി വന്നത്. ഇവിടുന്ന് ഈ സൈഡിൽ ഇങ്ങനെയുള്ള വ്യൂസ്, പിന്നെ അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടം, പിന്നെ അതിൻ്റെ പുറവശത്ത് ഒരു ഡാമാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ കണക്കിയിരിക്കുകയൊക്കെ ചെയ്തു. കുറേ റിലാക്സ് ആയിട്ട്. വേറെ ആരും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഒത്തിരി പേര് അറിയാത്തതുകൊണ്ടാണോ അതോ നമ്മൾ ലേറ്റായിട്ട് കയറിയാണോ ഒന്നും അറിയത്തില്ല. ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് എല്ലായിട്ടിരുന്നു. നമ്മളിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. ചെറിയൊരു പണി കിട്ടി. ഇന്നലത്തെ വീഡിയോയുടെ ലാസ്റ്റ് എടുത്ത ഭാഗം ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം നോക്കിയപ്പോഴാണ് കയറിയപ്പോഴാണ് കണ്ടത്. അപ്പം നമ്മൾ ഇന്നലെ പോയി കിട്ടിയില്ല പ്ലേസ്. നമുക്ക് അതിൻ്റെ പാറയുടെ മണ്ടയ്ക്ക് കയറി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നുമില്ല, ഈ എന്തിനാണ് കയറുന്നതെന്നൊക്കെ. ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞാൽ കയറണോ, എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറി മണ്ടയ്ക്ക് എത്തി. എൻ്റെ മോനെ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യ വ്യൂ. നമുക്ക് ആ തെന്മല ഭാഗം, അപ്പുറത്തുള്ള ഭാഗം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഒത്ത നടുക്ക് ഏറ്റവും വലിയ കയറ്റം. സൂപ്പർ സാധനം, സൂപ്പർ പ്ലേസ് ആയിരുന്നു. ഒരു വട്ടെങ്കിലും പോയി കണ്ടാൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അത്ര ബോറടിച്ചിട്ട് പോയതാണ്. പക്ഷെ മണ്ടയ്ക്ക് എത്തിയപ്പോൾ തന്നെ ഒരു ഫാമിലി ഞങ്ങൾ മാത്രം. വലിയ റഷൊന്നുമില്ല. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു മൂഡിലുള്ള അന്തരീക്ഷവും അമ്പലത്തിലെ പാട്ടും കുറേ കാര്യങ്ങൾ. അങ്ങനെ സൂപ്പർ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് തമാശ അത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്ത് എല്ലാം ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് ഫുള്ള് കഴിഞ്ഞ്. അതുകൊണ്ടായിരിക്കും ലാസ്റ്റ് എടുത്ത ക്ലിപ്പ് എന്തായാലും കിട്ടിയില്ല. അത് പോട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള യാത്രകൾ, ഫ്രണ്ട്സായിട്ടുള്ള യാത്രകൾ, ഫാമിലി ആയിട്ടുള്ള യാത്രകൾ, ഒറ്റയ്ക്കുള്ള യാത്രകൾ എല്ലാം വരുന്നതായിരിക്കും. നമുക്ക് കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട അറിയാം. നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടുന്ന ഫാൾട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് വരുന്നതാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓക്കെ ആണ് എന്നുള്ള ഫീലാണ് കിട്ടുന്നത്. നിങ്ങളും കൂടെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.